പൈസയുടെ മുകളിൽ പരുന്തും പറക്കില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഞാൻ ലൈഫിൽ പലപ്പോഴും നമുക്ക് പലരും പറയും പൈസ എന്ന് പറയുന്നത് അതിനായിട്ട് ജീവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൈസ എന്ന് വിചാരിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ഒരു പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എത്ര മാത്രമാണെന്നുള്ളത് ഈ കാണുന്ന ഓരോരുത്തർക്കും അറിയാം. അത് റിച്ച് ആണെങ്കിലും പുവർ ആണെങ്കിലും എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് അറിയാം പൈസയുടെ മൂല്യം എന്താണ്, അത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ വില എന്താണെന്നുള്ളത് നല്ല ബോധ്യമുള്ളൊരു കാര്യമല്ലേ. ഞാൻ ആദ്യം തന്നെ പറയാം, കുട്ടിപ്രായം തൊട്ടേ എന്റെ അച്ഛൻ വളരെ മിഡിൽ ക്ലാസ് അല്ല, ലോ ക്ലാസ് ഫാമിലി എന്ന് പറയാട്ടോ, അത്രയും പാവപ്പെട്ട അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയെടുത്തുള്ളത്. അപ്പൊ അമ്മയാണെങ്കിലും പൊതുവെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അമ്മ കുറച്ചൊരു ലാവിഷ് ഉള്ള ഒരാളാട്ടോ. അമ്മയുടെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എന്നുള്ളത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, അതിങ്ങനെ പൊത്തി പൊത്തി വെക്കേണ്ടതാണോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ പലപ്പോഴും അത് ശരിയാണ്. നമ്മള് പൂത്തി അങ്ങനെയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റാതെ പണം മാത്രം ഇങ്ങനെ പൂത്തി വെക്കുക, നമ്മൾ പിശുക്കന്മാരെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെയാട്ടോ അമ്മ അച്ഛനോട് ഇങ്ങനെ പറയും, നിങ്ങൾ ഇങ്ങനെ പൈസ ഇങ്ങനെ പൂത്തി വെക്കുന്നത് ഇങ്ങനെ പിശുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷേ ലൈഫ് ആ സമയത്ത് ഞാനും വിചാരിക്കാറുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ എന്താ ചെയ്തു തരാത്തെന്നുള്ളത്. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും അച്ഛൻ നിറവേറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ നിറവേറ്റുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ആ ഒരു പ്രായത്തിൽ നമുക്കായാലും തിരിച്ചറിവ് ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങളല്ലേ നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹങ്ങളോ ആവശ്യങ്ങളായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും അവരുടെ മുമ്പിൽ വെക്കാനുണ്ടാവുക. പക്ഷെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പ്രൗഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. കാരണം കുട്ടിപ്രായം തൊട്ടേ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്, ഒന്നും ഇല്ലായ്മയിലാണെങ്കിലും. അപ്പം അത്രയും കൂലിപ്പണിക്കാരനായ എന്റെ അച്ഛന് ഒരാളുടെ മുമ്പിലും ഞാൻ കൈനീട്ടുന്ന കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു കടം വാരിക്കൂട്ടി അല്ലെങ്കിൽ കടബാധ്യതയിലേക്ക് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് പരാതിയാട്ടോ, നിങ്ങൾ ഭയങ്കര പിശുക്കാന്നുള്ളത്. പക്ഷേ ഞാൻ ലൈഫിൽ ഏറ്റവും പഠിച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ പാഠം പഠിച്ചത് ഞാൻ എൻ്റെ അച്ഛനിൽ നിന്നാണ്. പൈസ എങ്ങനെ കയ്യിൽ വെക്കണം എന്നുള്ളത്. ഞാൻ ഇപ്പം ഇതിൽ പറഞ്ഞു വരുന്ന കാര്യം സേവിങ്സ് ആട്ടോ. നമ്മുടെ ഓരോ ലൈഫിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോ എന്റെ അച്ഛനെ പറഞ്ഞില്ലേ. കാരണം ഇത്രയും താഴേക്കിടയിൽ ജീവിക്കുന്ന എന്റെ അച്ഛൻ ഒരു കടബാധ്യതയിലോ വീണിട്ടില്ല, അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുന്നതോ കണ്ടിട്ടില്ല. ഇപ്പൊ എന്റെ അച്ഛന് 10-70 വയസ്സായിട്ടോ. ഈ വയസ്സിനിടയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല അച്ഛൻ അങ്ങനെ. ഇപ്പോഴും എന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നില്ല, കാരണം അച്ഛന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എന്റെ അച്ഛന്റെ കീശയിൽ നോക്കിയാൽ പൈസ ഉണ്ടാവും. കാരണം നമ്മൾ സേവിങ്സ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കയ്യിൽ, ഇപ്പം എന്റെ കയ്യിൽ എന്റെ പേഴ്സിൽ പൈസ ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് തീർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അവിടെ സീറോ ബാലൻസ് ആവും. ഒരിക്കലും എൻ്റെ ഒരു 100 രൂപ എടുക്കാൻ കഴിയാത്ത ദിവസങ്ങൾ ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്റെ അച്ഛന്റെ കയ്യിൽ ചോദിച്ചാൽ ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ അച്ഛന്റെ കയ്യിൽ ഉണ്ടാവില്ല. എന്റെ അച്ഛന്റെ പേഴ്സിൽ പൈസ ഉണ്ടാവും. കാരണം എന്നറിയോ, അച്ഛന്റെ സേവിങ്സ് അച്ഛന്റെ പേഴ്സ് തന്നെയായിരുന്നു. കാരണം അച്ഛന്റെ മനസ്സിന്റെ ആ ഒരു കട്ടിയാണ്, അല്ലെ അച്ഛന്റെ മനസ്സിന്റെ ആ ഒരു നിയന്ത്രണമാണ് അച്ഛന്റെ പേഴ്സിൽ എപ്പോഴും ആ പൈസ അവിടെ ഉണ്ടായിരുന്നത്. എന്തൊരു ആവശ്യം വന്നാലും എന്തൊരു പ്രതിസന്ധി വന്നാലും ഒരാൾക്ക് കൈ നീട്ടേണ്ടി വരാത്ത, കാരണം നമ്മുടെ ഫാമിലി ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വരും, അസുഖങ്ങൾ വരാം, മറ്റത് എന്തെങ്കിലുമൊക്കെ വരാം, പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടു, ദൂരെ ആയിരിക്കാം, നമുക്ക് പോകേണ്ടി വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നാലും എന്റെ അച്ഛൻ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അത് വെച്ചാൽ അച്ഛന് ഒരുപാട് പൈസ ഉണ്ടെന്നല്ല, അച്ഛന് കിട്ടിയ സാലറിയിൽ എത്ര അച്ഛന്റെ കയ്യിൽ വെക്കണമെന്നും എത്ര ചെലവാക്കണമെന്നും ഈ കയ്യിൽ വെച്ച കാര്യങ്ങൾ എന്തിനു വേണ്ടി മാത്രമേ ഞാൻ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ നല്ല ഉറച്ച ദൃഢമായിട്ടുള്ള ഒരു മനസ്സച്ഛനുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് അച്ഛന്റെ കാര്യം ഞാൻ ഇപ്പൊ പറയാൻ എന്താ റീസൺ അറിയോ? കാരണം ഐ എം പ്രൗഡ്, ഞാൻ പ്രൗഡാണ് അങ്ങനെ ഒരു ഇത് കണ്ടു വളരാൻ എനിക്ക് പറ്റിയതില്ല കേട്ടോ. കാരണം സേവിങ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ആർക്കും അത് കയ്യിൽ വെച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, അല്ലെങ്കിൽ കീശയിൽ വെച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പൈസ എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും കുറച്ചായിട്ടെങ്കിലും സേവ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ അത് ഒരുപാട് ബാധിക്കും. അത് നമ്മുടെ ലൈഫിൽ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മൾ നാളത്തേക്ക് വേണ്ടി കരുതുന്നതും അതോടൊപ്പം നാളത്തേക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു സന്തോഷം പകരുന്നതിനും കൂടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ ഈ പൈസ നമ്മളെല്ലാവരും മരിച്ച് മണ്ണിലായി പോവില്ലേ, എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് ചോദിക്കും. അല്ല കേട്ടോ. കാരണം ഒന്നുമില്ലാതെ ഇപ്പൊ ഇത് കാണുന്ന ഒത്തിരി പേരുണ്ടാവും കേട്ടോ. എനിക്കും ഇതേ സിറ്റുവേഷൻസ് ഒത്തിരി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് കടന്നു പോകുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ആ ഒരു പൈസ ഇല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 100 ആളെടുത്ത് ഓടിപ്പോയി ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ടല്ലേ പൈസയുടെ കാര്യത്തില്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒന്നും നമ്മുടെ ഇടയിലേക്ക് വരാതിരിക്കാനെങ്കിലും നമ്മൾ സേവിങ്സ് എന്ന കാര്യം നമ്മൾ പഠിച്ചെടുക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇതൊരു ഹാബിറ്റ് ആട്ടോ. പലർക്കും അതില്ല. കാരണം എനിക്ക് ഇത്രയും സാലറി ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കൂലിയുള്ളൂ, ഈ കൂലിയിൽ ഞാൻ എന്ത് സേവിങ്സ് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപയുള്ളെങ്കിലും ഇപ്പം ചില ആൾക്കാരൊക്കെ പെൻഷനിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ആ 1000 രൂപയിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്
പഠിക്കണം. ഇപ്പം എന്റെ അച്ഛനോ തന്നെ ഞാൻ എക്സാമ്പിൾ പറയാട്ടോ, അച്ഛനൊരു വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ട്, 2 പെൺകുട്ടികളാണ്, അതുകൊണ്ട് തന്നെ അത് അച്ഛന് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന പൈസയിലും അച്ഛൻ ഒരു ചെറിയ എമൗണ്ട് അച്ഛൻ കുറി, നമ്മളെ ഈ പഴയ നാടുകളിലും അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, വീടിന്റെ അടുത്തൊക്കെ കുറി വെക്കാന്നുള്ളത്. അതൊരു വലിയ സേവിങ്സ് ആണ്. ഒരു വർഷത്തില് അല്ലെങ്കിൽ ഒരു 3 വർഷം കൂടുമ്പോ ഒക്കെ ആയിരിക്കാം ചിലപ്പോ അത് കിട്ടുക. ആ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്താണ്. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം, അല്ലെങ്കിൽ നമുക്കത് ബാങ്കിലിട്ട് നമുക്കൊരു ഫിക്സഡ് ആക്കി ഇടുകയും ചെയ്യാം. അത് നമ്മുടെ ഭാവിയിലേക്കാവും. അപ്പം ഇതുപോലത്തെ ഒരുപാട് സേവിങ്സ് നടക്കുന്നുണ്ട് കേട്ടോ. പലരും സാധാരണക്കിടയിലുള്ള ആൾക്കാർ, കൂലി മേടിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാർ വിചാരിക്കും നമ്മളൊക്കെ ഈ ഒരു 500 റുപ്യൊക്കെ പോയിട്ട് ബാങ്കിൽ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കുറി, സംഘം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സാധാരണക്കിടയിലുള്ള ആൾക്കാർ അവരുടെ ലൈഫിന്റെ ഒരു പൈസ സേവ് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനായാലും എന്റെ ജീവിതത്തിന്റെ കാര്യം പറയാട്ടോ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല, എന്റെ ഹസ്ബൻഡ് ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ തീരുമാനിച്ചില്ല, ഞങ്ങൾ തീരുമാനിച്ചെടുത്തൊരു കാര്യമാണ് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ബോധമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മന്ത്ലി ആളുടെ സാലറി നിന്ന് കിട്ടുമ്പോൾ കുറച്ച് പൈസ തരാറുണ്ട് കേട്ടോ. നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, നീ അത് ചെയ്യ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മേടിക്കാൻ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ട് തരുന്ന പൈസയിൽ, എനിക്ക് തരുന്ന പൈസയിൽ നിന്ന് ഞാൻ ഇപ്പോഴും എന്റെ അച്ഛൻ പറഞ്ഞു തന്ന, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ കണ്ടു വളർന്നിട്ടുള്ള ആ സേവിങ്സ് എന്ന് പറയുന്ന ഹാബിറ്റ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായിട്ട് ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ഞാനും ഇതുപോലെ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കുറി സംഘങ്ങളൊക്കെ ഓക്കെ, അല്ലാതെ നമ്മൾ ബാങ്ക് വൈസ് ചില ആൾക്കാർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിലപ്പോൾ പേടിയുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അത് എന്താ പറയണ്ടത്, നമ്മുടെ നാട്ടുകാരും അല്ലായിട്ട് നമുക്കുള്ള ഹോണസ്റ്റിൽ നമ്മൾ ചെയ്തു പോകുന്ന കാര്യം. അല്ലാതെ നമ്മുടെ ബാങ്കിൽ കുറിയായിട്ടുണ്ടാവും, ചില കോപ്പറേറ്റീവ് ബാങ്ക്സിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസ്, KSF ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് വെക്കുന്ന തൊട്ടിട്ടും ബിഗ് എമൗണ്ട് വെക്കുന്ന വരെയുള്ളത് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് LIC ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് സേവിങ്സ് ആയിട്ട് കുറച്ച് പൈസ ഇട്ട് വെക്കാം കേട്ടോ. മാസം മാസം കുറച്ച് പൈസ ആയിട്ട് ഇട്ട് വെക്കാം. അത് നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ വേറൊരു തരത്തിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സേവിങ്സിന്റെ ഇമ്പോർട്ടൻസ് ആട്ടോ. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണമെങ്കിലും വരാം. ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാളുടെ മുമ്പിൽ നമ്മൾ കൈനീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം എന്നുള്ള ഒരു പ്രാപ്തിയിൽ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് സേവിങ്സ് അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈഫിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനിയിപ്പം ഒരു ഫാമിലി സാധാരണ നോർമൽ കല്യാണമൊന്നും കഴിക്കാതെ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സേവിങ്സ് ഒന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടാവായിരിക്കാം. ആ പൈസ നിങ്ങൾ അത്രയും ദൂർത്തടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു മാരേജ് ലൈഫ് കഴിഞ്ഞു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കാത്ത ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം വരും. ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളിൽ ഈ ഒരു സേവിങ്സിന്റെ ഒരു ഹാബിറ്റ് നിങ്ങളിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ മറിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണു പോകും. നിങ്ങളുടെ ലൈഫിന്റെ സന്തോഷം അവിടെ തീരും കേട്ടോ. അതുകൊണ്ട് തന്നെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ആണ്, നിങ്ങൾക്ക് സാലറി എന്ന് പറഞ്ഞാൽ ഒരു 10,000 ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 500 രൂപയെങ്കിലും ഒരു മാസം വെക്കാൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഹാബിറ്റായി നിങ്ങൾക്കത് ഒരു ഹാബിറ്റായി വന്നിട്ട് നിങ്ങൾക്ക് അതിലൊരു എന്താ പറയാ, നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കാണുമല്ലോ. ഇത്ര എമൗണ്ട് എന്റെ അക്കൗണ്ടിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എനിക്ക് അവിടെ ആയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഒരു ഹാബിറ്റ് വളരും. നിങ്ങൾക്ക് പിന്നെ കൂടുതൽ ചെയ്യാൻ തോന്നും കേട്ടോ. ഈ സേവിങ്സ് ഒക്കെ നാളെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആക്കാട്ടോ. പിന്നെ സേവിങ്സ് മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു സേവ് ചെയ്തിട്ട് ഒരു ബിഗ് എമൗണ്ട് ആണ് സമയത്ത് നിങ്ങൾക്ക് അതൊരു ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അത്രയും സൂപ്പർ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് നിങ്ങൾക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരില്ല. ഇപ്പൊ ഞാൻ എന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞാലോ, അച്ഛന്റെ പേഴ്സാണ് അച്ഛന്റെ ബാങ്ക്. അച്ഛൻ ആ പേഴ്സ് ഒന്ന് തൊടില്ല എന്ത് സിറ്റുവേഷൻസ് വന്നാലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഒരാളുടെ മുമ്പിൽ കൈനീട്ടിയിട്ടില്ല. ഞങ്ങളുടെ ലൈഫിൽ എല്ലാവരും പറയും അവര് കുഴപ്പമില്ലാതെ ജീവിച്ചു പോണു. അച്ഛൻ വേർത്ത് അത്രയും കഷ്ടപ്പെട്ട് അത്രയും പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഒരാളും തന്നിട്ടുള്ളതല്ല. പക്ഷെ നമ്മളെ നോക്കി അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും പ്രൗഡ് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ അച്ഛനെ എടുത്ത് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു വന്ന സമയം തൊട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, സേവിങ്സ് നമ്മളത് നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുന്നില്ല. എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പോകും. പക്ഷെ ഇതുപോലെ കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ കുറിയായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ KSFയിലോ LICയിലോ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുക. ചിലത് വർഷങ്ങളോളം എടുക്കുമായിരിക്കാം അത് നമ്മൾക്കൊരു എമൗണ്ട് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരു നിമിഷം ഇരുന്ന് പോകുമ്പോൾ ഓക്കെ ഇതൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി എന്ന് ഓർത്തിട്ട് ഒരു
ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ സേവിങ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ്, സേവിങ്സ് എന്റെ ലൈഫിൽ എനിക്ക് തന്നിട്ടുള്ള കുട്ടിപ്പക്കാലം തൊട്ടേ ഞാൻ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും തന്നിട്ടുള്ള ഒരു ഹാപ്പിനെസ്സും എന്റെ ലൈഫിൽ ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് അത്രയും സൂപ്പർ ആണെന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ എന്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഒത്തിരി പേര് സാധാരണ ജോലി ചെയ്യുന്നവരുണ്ടാവും, നമുക്കൊക്കെ സേവിങ്സ് ചെയ്യാണ്ടാവും, ഈ കിട്ടുന്ന സാലറി തന്നെ ഈ എക്സ്പെൻസ് തന്നെ തികയുന്നില്ല. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇന്നിപ്പോ 10,000-നാണെങ്കിൽ നാളെ 20,000-നാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൈസ ആവശ്യം വരും. അത് നമ്മളെ ലൈഫും അതോടെ തന്നെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമുക്ക് സാലറി വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫ് അപ്ഗ്രേഡ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ വന്നിട്ട് സേവ് ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ ഉള്ള പൈസയിൽ നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് പൈസ ഉണ്ടാകും, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഇൻവെസ്റ്റ് ചെയ്യാനും അത് മൾട്ടിപ്പിൾ ആക്കാനും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, ഒരുപാട് പേര് കോടീശ്വരന്മാരാണ് അല്ലെങ്കിൽ വളരെയധികം റിച്ച് ആയ ആൾക്കാർ, അവരൊക്കെ ഇതുപോലെയാണ് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത്. അല്ലാതെ അവർ കിട്ടിയ പൈസ മുഴുവൻ അവരെ എക്സ്പെൻസ് ചെയ്തിട്ട് ഇരുന്നിട്ടല്ല. അവർ ആ പൈസയിൽ ഒരു പെർസെന്റേജ് ഓഫ് സേവ് ചെയ്തിട്ട് പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് അവരുടെ ബിസിനസ്സിലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടൊക്കെയാണ് അവരൊക്കെ റിച്ച് ആയിട്ടുള്ളത്. അപ്പൊ നമ്മളെപ്പോഴും അയ്യോ പൂറാണ് നമുക്കൊന്നുമില്ലെന്ന്, നമ്മുടെ മൈൻഡാണ് അങ്ങനെ. നമ്മളെ ഹാബിറ്റ്, നമ്മൾ ഈ ഒരു ഹാബിറ്റ് കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവും. അത് നമ്മുടെ ലൈഫിൽ ഒരു വലിയ ഹാപ്പിനെസ്സും തരും കേട്ടോ. നമ്മളെ ഫാമിലി സെക്യൂർ ആയിരിക്കും, നമ്മൾ സെക്യൂർ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.